ഗ്യാസ്ട്രോപോഡ് എന്ന് പറയുന്നത് ഈ പിക്ചർ എന്ന് വെച്ചാൽ ഷെല്ല് ഇൻ ആൻഡ് ഔട്ട്, ഷെല്ല് കുറെ അധികം കുറഞ്ഞു. ഈ ഈ ഒരു ജീവിക്ക് പുറത്തേക്ക് വരാൻ കുറെ അധികം സ്വാതന്ത്ര്യം കിട്ടി. ദെൻ ഈ ഒരു സെഫാലോപോഡിൽ എത്തുമ്പോഴേക്കും ഷെല്ല് നല്ലോണം കുറഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ പ്രൊട്ടക്റ്റീവ് ലെയർ നല്ലോണം കുറഞ്ഞു. അപ്പൊ നല്ലോണം കുറഞ്ഞപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് പറയണത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ ആയിരിക്കും ചിലപ്പോൾ സോഴ്സ് ലെവല് പേഷ്യൻസ് പറയാം. എന്നുവെച്ചാൽ ഉള്ളിലിരിക്കാൻ മാത്രം ഇഷ്ടം, പുറമേക്ക് പേടി, ഈ വക കാര്യങ്ങൾ പറയും. ബൈവാൾവിന് പുറം ലോകം മൊത്തം പേടിയാണ്. ഈ ഗ്യാസ്ട്രോപോഡ് ആവുമ്പോഴേക്കും കുറച്ച് ലെയറല്ലേ ഉള്ളൂ, കണ്ടോ, കുറച്ച് ലെയറല്ലേ ഉള്ളൂ. ഇത് എന്ന് വെച്ചാല് അവർക്ക് ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആണ് ഈ ഗ്യാസ്ട്രോപോഡ് വരുമ്പോ. ഇതേപോലെ പുറത്തേക്ക് പോവാം, എന്തെങ്കിലും ത്രെട്ട് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു കവറിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാം. ദെൻ സെഫാലോപോഡില് വളരെ കുറച്ച് റെമനന്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് എന്താ പറയാ എവല്യൂഷൻ വന്നിട്ടുള്ള മൊളസ്കയാണ് ഈ സെഫാലോപോഡ്. അപ്പൊ സെഫാലോപോഡിന് അതൊരു റുഡിമെന്ററി ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ, ഈ ഷെല്ല് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം അവര് എൻജോയ് ചെയ്യും. സെപ്പിയക്ക് എപ്പോഴും മൂവ്മെന്റ് അല്ലേ ഇഷ്ടം. ഒന്ന്, മൂവ്മെന്റ് അവരുടെ സർവൈവൽ മെക്കാനിക്സ് ആണ്. രണ്ട്, അത്രയും കാലം കൂട്ടിലൂടെ നമ്മുടെ ഈ ടീനേജർ പിള്ളേരുടെ പോലെയാ. കാരണം അത്രയും കാലം അവര് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ദെൻ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ മാറിയപ്പം എക്സ്ട്രീംലി ഫ്രീഡം അവർക്ക് ഇഷ്ടമാണ്. സോ ദിസ് ഈസ് സെഫാലോപോഡ് ആൻഡ് ഗ്യാസ്ട്രോപോഡ്. ഇനി നമുക്കൊന്ന് ഇതായിട്ട് നോക്കാം. ഗ്യാസ്ട്രോപോഡ് കോമൺലി